ഹലോ കൂട്ടുകാരി, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. വോയിസ് കൂടുതലാണോ കുറവാണോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. കാരണം എന്താണെന്നോ, പതുക്കെ ഒന്ന് വർത്തമാനം പറയാൻ പറ്റുള്ളൂ. രണ്ട് മക്കൾ ഉറങ്ങുകയാണ്. വലിയ ആൾ അങ്കലവാടിക്ക് ഇന്ന് വാശി പിടിച്ചിരുന്നു, കൊണ്ടടാക്കി കുളിപ്പിച്ച് റെഡിയാക്കി ഒറ്റ പോക്ക്. ഞാൻ അവളോട് പറഞ്ഞു, ചാരുവിനെ അങ്കലവാടിക്ക് കൊണ്ടാക്കുക, നമുക്ക് അങ്കലവാടിയിൽ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ സമയത്ത് മോളെ കുളിപ്പിച്ച് റെഡിയാക്കി എടുത്തത് കൊണ്ടുപോയി ചാലുവിനെ ഇവിടെ ഇരുത്തുകയും ചെയ്തു പോലെ, അല്ലെങ്കിൽ രണ്ടാളൊപ്പം പോരും കേട്ടോ. അപ്പോൾ അതൊന്നല്ല ഇപ്പോഴത്തെ വിഷയം. നമ്മുടെ ഇന്നത്തെ കൊച്ചുകളൊക്കെ എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് രാവിലെ തന്നെ ഇന്നലെ അവിടെ അമ്പലത്തിൽ പച്ചക്കറി ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ചെമ്പുണ്ടായിരുന്നു ശ്രീകോണ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകാൻ. ശ്രീകോണ ട്രിപ്പ് കിട്ടിയപ്പോൾ സാധനങ്ങളൊക്കെ ബേക്കിൽ വെച്ച് കൊണ്ടുപോകേണ്ട ഒരു ട്രിപ്പായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോയി ഉച്ചയ്ക്ക് ചോറിനാൻ വരുമ്പോൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അമ്പലത്തിൽ 41 ദിവസവും ഭിക്ഷ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഓരോരുത്തരുടെ പേരിലായിരിക്കും പൂജ. അതുകൊണ്ട് തന്നെ അവനവന് വേണ്ട ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക. വെജിറ്റേറിയൻ ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ ഇഡ്ഡലി, സാമ്പാർ, അതുപോലെ തന്നെ ഉപ്പുമാവ്, കടലക്കറി, അങ്ങനെ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അമ്പലത്തിൽ. അപ്പോൾ ഇന്നത്തെ കൊച്ചു വിശേഷം എന്ന് പറഞ്ഞാൽ രാവിലത്തെ ഞാൻ എങ്ങനെയാണോ നമ്മൾക്ക് പരിപാടി എന്നുള്ളതൊക്കെ ഉള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അത്ര വലിയ പരിപാടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. മുറ്റം അടിച്ച് തരിക, പിന്നെ അടിച്ചേരി തുടയ്ക്കുക, അങ്ങനത്തെ പരിപാടിയാണ് കേട്ടോ നമുക്കുള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ. പിന്നെ രാവിലെ ആകുമ്പോഴേക്കും തന്നെ ചായയും കടിയൊക്കെ അമ്മ വേഗം നേരത്തെ എണീറ്റ് എല്ലാതും ഉണ്ടാക്കും. പിന്നെ ചോറും കറിയൊക്കെ അമ്മ തന്നെ തയ്യാറാക്കും. അതുകൊണ്ട് പിന്നെ സിമ്പിളാണ്. ഇപ്പോൾ ഫുൾ ടൈം ഫ്രീ ആട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പം ഇങ്ങനെ വോയിസ് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നതാണ്. എന്താ വെച്ചാൽ ചാരുവും പാറും എൻ്റെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ചാരുവിന് കുപ്പായമാണെന്നാണ്, പാറുവിൻ്റെ അങ്ങനത്തെ അതേപോലത്തെ കുപ്പായമാണെന്ന് എൻ്റെ ഇടയിൽ കൂടെ വാശി പിടിച്ചിട്ടുണ്ടോ. പാറു ഇട്ട അതേപോലത്തെ കുപ്പായം ചാരുവിന് വേണം. ഇട്ട കുപ്പായമൊക്കെ അടിപൊളി വേഗം ഒറ്റ ഊരിൽ. ഞങ്ങൾ പിന്നെ ഭയങ്കര സ്നേഹമുള്ള ആളുകളാണ്. ഒരാൾക്ക് എന്താണെന്ന് വെച്ചാൽ അതിന് മറ്റാൾക്ക് വേണം. അപ്പോൾ അങ്ങനെ നമ്മുടെ കൊച്ചു വീഡിയോ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ പറയുക, പ്രത്യേകിച്ചൊന്നും അടിച്ചു വരാനൊന്നുമില്ല. എന്നാലും ഒരു രസത്തിന് ഒന്ന് മുറ്റൊക്കെ ഇങ്ങനെ തൂക്കുക, എന്തെങ്കിലും ഒരു പണി വേണ്ടേ. അടിച്ചു വരിയിട്ട് അതേപോലെ ഇങ്ങനെ ഒറ്റ ആക്കൽ. ഇതേപോലെ മുറ്റുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നു കേട്ടോ. നമ്മൾ മുറ്റം കുറച്ചും കൂടി ലെവലാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഭാഗമൊക്കെ ഒന്ന് കെട്ടി ലെവലാക്കി നല്ല വൃത്തിയാക്കിയാലല്ലോ കേട്ടോ. പിന്നെ അവിടെ അങ്ങനെ കുറേ കൃഷി കാര്യങ്ങളൊക്കെയാണ്, മത്തന്, അങ്ങനെ വാഴ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അടിച്ചു വാരി അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ. ഞാൻ ആ സൈഡിൽ ഇങ്ങനെ കിടക്കും. പ്രത്യേകിച്ചൊന്നും വൃത്തികേടായിട്ടൊന്നും കിടക്കണമൊന്നുമില്ല കേട്ടോ. എന്നും അടിച്ചു വരുന്നോട് തന്നെ രാവിലെ അടിച്ചു വരും, വൈകുന്നേരത്തെ അടിച്ചു വരും. നിങ്ങളൊക്കെ എല്ലാവരും രാവിലെ വൈകുന്നേരത്തെ അടിച്ചു വരുന്നവരുണ്ടോ? ഒന്നല്ല അഭിപ്രായം പറഞ്ഞാൽ. ഈ 2 നേരം മുറ്റടിച്ച് തരില്ലെങ്കിൽ എന്തെന്നാത്തെ എല്ലാവരും പൊറുതികളാണ്. മുറ്റത്ത് ഇങ്ങനെ ചമ്മലും ചെളിയും മണ്ണും അങ്ങനെ കൈ കിടക്കണം. നമുക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. വേറെ എവിടെയെങ്കിലും വൃത്തികേടാണെങ്കിലും മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കുക എന്നുള്ളതാണ് നമ്മളത്. അതിൻ്റെ ഇടയിൽ എൻ്റെ ചാരും പാറും ഇതാ അവിടെ രണ്ടാളും പഴം കഴിക്കുക കേട്ടോ. അപ്പോൾ അവളോട് ഞാൻ ചോദിക്കുന്നുണ്ട് പഴം എങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ സൂപ്പറാണ് അറിയാൻ കേട്ടോ. അപ്പോൾ രണ്ടാൾക്കും എന്തെങ്കിലും സാധനങ്ങൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ എന്ത് സാധനം വാങ്ങുകയാണെങ്കിലും ഇപ്പോൾ രണ്ടാൾക്കും ഒരേപോലെ വേണം. എന്നിട്ട് പല ആളുകളും ചോദിക്കും ഇരട്ട കുട്ടികളാണോ എന്നിട്ട് പോയാലും ഒരേപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അപ്പം ചോദിക്കും കുട്ടികൾ ഇരട്ട കുട്ടികളാണോ എന്നും ഇങ്ങോട്ട് പരിപാടിക്ക് പോകണമെങ്കിൽ അപ്പോൾ ചോദിക്കുന്ന ഇതാണ് ഇരട്ട കുട്ടികളാണോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇരട്ട കുട്ടികളൊന്നുമല്ല കേട്ടോ. രണ്ടാളും 1.5 വയസ്സിൻ്റെ ഒരു ഗ്യാപ്പ് വ്യത്യാസമാണ് കേട്ടോ. ആദ്യത്തെ ആൾ 5 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും പിന്നത്തെ ആൾ ഞങ്ങൾക്ക് കൺമണി വേഗം ഉണ്ടായി. അടുത്ത 3ാമത്തെ കൺമണി അങ്ങനെ വേഗം ഉണ്ടായി. അതാണ്. അപ്പോൾ വൈകിയിരിക്കുന്ന ആളുകളൊന്നും സങ്കടപ്പെടണ്ട കേട്ടോ. കുട്ടികളൊക്കെ വേഗം ഉണ്ടാവും. എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ അതിനിടെ കൂടെ ഞാനൊരു ചെമ്പരത്തിൻ്റെ ഉള്ളിലാട്ടോ എൻ്റെ ഫോൺ വെച്ചിട്ടുള്ളത്. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെക്കണ്ടേ, ട്രൈപോഡ് കാര്യങ്ങളൊന്നുമില്ല. ഇതേപോലെ ഇങ്ങനെ സംഭവമൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചു. നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കും. എന്നാൽ പിന്നെ അനങ്ങി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ബോധ്യടല്ലേ, തല കറങ്ങണമെന്ന് പറയും വീഡിയോ ഒക്കെ കാണുമ്പോൾ. അപ്പോൾ പിന്നെ എന്നാലും വീഡിയോ നമ്മൾ ഇടുക, നമുക്കുള്ള വീഡിയോ നമ്മൾ തന്നെ ഇടണം. നമുക്ക് 10 രൂപ കിട്ടണമെങ്കിൽ വീഡിയോ ഡെയിലി നമ്മൾ തന്നെ ഇടണം അല്ലേ. വേറെ ആരും നമുക്ക് 10 രൂപ കൊണ്ടുപോയില്ല. ഞാൻ ചില സമയത്തൊക്കെ വിചാരിക്കും ഒരു ഉറുപ്പ്യൻ്റെ ഒരു ആവശ്യം ഉണ്ടായാൽ പോലും നമ്മളെ കയ്യിലില്ലെങ്കിൽ. അപ്പോൾ ഞാൻ വിചാരിക്കും എനിക്കൊക്കെ ഒരു ജോലിക്ക് പോവുകയാണെന്ന് എൻ്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടായിരുന്നു, കടങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു മാർഗ്ഗം കൊടുക്കുകയായിരുന്നു പറയും. ഞാനിപ്പോൾ പറഞ്ഞാൽ ഒരു 10 റുപ്യക്കൊക്കെ അങ്ങനെ വേണ്ടിയിട്ട് എല്ലാവരുടെ കയ്യിൽ സ്ത്രീകോട്ടെ അതുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ നമ്മളെ ആവശ്യങ്ങൾക്കൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും
നമ്മളതായ കുറച്ച് ആവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളെ വീട്ടിൻ്റെയൊക്കെ ആയിട്ട് ബുദ്ധിമുട്ട്. അപ്പോൾ അതിനും കൂടി കൊടുക്കാനും ഇതാക്കാനൊന്നും നമ്മളത് ഇല്ലാത്തൊരവസ്ഥ ഭയങ്കര സങ്കടം കേട്ടോ. ഏതായാലും ഒക്കെ ശരിയാവുമെന്ന് പറയാം, അല്ല എന്താ പറയണമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ മുറ്റടിച്ച് തരൽ അങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും കേട്ടോ കൂട്ടുകാരെ. പിന്നെന്താ, ഇപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ചാനൽ തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവരും തുടങ്ങിക്കൊണ്ടു. നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുക. നല്ല രീതിയിൽ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മുടെ ചാനൽ മുന്നോട്ട് പോകും കേട്ടോ. നല്ല നല്ല രീതിയിൽ തന്നെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇരിക്കാൻ വീഡിയോസൊക്കെ ഇടുക. പിന്നെ നല്ല കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടുക. കണ്ടൻറ്റിനൊക്കെയാണ് ആളുകൾക്ക് വാല്യൂ, എല്ലാവരും വാല്യൂ കൊടുക്കുന്നത്. കണ്ടൻറ്റ് ഇല്ലാതൊരു പരിപാടി ഇല്ല കേട്ടോ. നല്ല കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങിക്കോളും. നല്ല വീഡിയോസായിട്ട് നിങ്ങൾക്കും അതൊരു കാര്യമാവും ഭാവിയിൽ. അപ്പോൾ വീഡിയോ എന്തായാലും നെറ്റ് നമ്മളെല്ലാവരും കയറ്റുന്നുണ്ട്. സ്മാർട്ട് ഫോണില്ലാത്ത സ്ഥലമില്ല. പണ്ടൊക്കെ ഒന്ന് ആലോചിച്ചേക്കാം, പണ്ടൊക്കെ ഒരു കട്ട ഫോണിലേ നമ്മൾ പാമ്പ് ഫോണിൽ നമ്മൾ പാമ്പ് എന്താ നമ്മളിങ്ങനെ സംഭവമല്ലോ, അതിലൊരു സന്തോഷം സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ അന്നത്തെ കാലത്തുള്ള ഫോണിന്. പിന്നെ അതുപോലെ ഗെയിമാണെങ്കിലും അത് കളിക്കുക. അതുപോലെ തന്നെ ഒരു ലൈറ്റ് എത്തുന്ന ഒരു ഫോണില്ലേ, നോക്കിയേൻ്റെ പച്ച ലൈറ്റ്, മഞ്ഞ ലൈറ്റും പച്ച ലൈറ്റൊക്കെ ആയിട്ട് ഉള്ളിൽ കത്തുന്ന ഒരു ഫോണ്. അതൊരു രസം തന്നെയായിരുന്നില്ല. അതിലുണ്ടാവും ഒരു പാമ്പൻ ഗെയിം. അത് എവിടെയും കിട്ടാത്തൊരു ഗെയിം തന്നെ. അതിലൊരു സന്തോഷം സമാധാനമുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ഇന്നത്തെ കൊച്ചു വ്ളോഗ് അങ്ങനെ പോകട്ടെ കൂട്ടുകാരെ. ഇപ്പോൾ എല്ലാവർക്കും സ്മാർട്ട് ഫോണ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും നെറ്റ് കയറ്റണം. എത്ര രൂപയാണ് ഒരു നെറ്റ് കയറണമെന്നുണ്ടെങ്കിൽ 350 രൂപ അല്ലെങ്കിൽ 400 രൂപ. ഇപ്പം ഞാൻ 400 രൂപയ്ക്കാണ് കേട്ടോ നെറ്റ് കയറ്റിയിട്ടുള്ളത്. അതിൻ്റെ അമ്മ കയറ്റി തന്നാട്ടോ വീട്ടിൽ നിന്ന്. എന്തായാലും റീചാർജ് കഴിഞ്ഞു ഒക്കെ പറഞ്ഞപ്പം പൈസ ആണെങ്കിൽ ഇപ്പോൾ ശ്രീകോണിനാണെങ്കിലും വണ്ടീൻ്റെ അടവ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു കൂടി വെക്കണം. ശ്രീകോണിനെ പറഞ്ഞു ഒരു കേട്ടാ എൻ്റെ നെറ്റ് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചെയ്യാൻ. അപ്പോൾ 2 ദിവസം നിൽക്കട്ടെ, 3 ദിവസം നിൽക്കട്ടെ. പിന്നെ അമ്മ ആണെങ്കിൽ കൂലിപ്പണിക്ക് തന്നെയാണ് പോണത്. അപ്പോൾ അമ്മേൻ്റെ കയ്യിൽ ഡെയിലി പൈസ കയ്യിലുണ്ടാവും. നമുക്ക് കടവും കാര്യങ്ങൾക്കൊക്കെ പോവുകയാണെങ്കിലും പൈസ ഉണ്ടാവും. പക്ഷേ ആ പൈസ ഇങ്ങനെ എനിക്ക് വേണ്ടി റീചാർജ് ചെയ്യുന്നത് ഭയങ്കര സങ്കടം കേട്ടോ. എൻ്റെ അമ്മയാണല്ലോ ഇപ്പോൾ ചെയ്തതെന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു എനിക്ക്. ഏതായാലും ഒക്കെ തിരിച്ചു കൊടുക്കാനും അമ്മേനെ നോക്കാനും ഉള്ളൊരിത് എനിക്ക് എന്തായാലും ആവും. ഒരു പ്രതീക്ഷ ഉണ്ട് എനിക്ക്. യൂട്യൂബ് കൊണ്ടല്ല കേട്ടോ, നമ്മുടെ മക്കളൊക്കെ ഒന്ന് വലുതായി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ജോലിക്ക് നോക്കണം. അല്ലാതെ നിന്നിട്ട് കാര്യമില്ല. മക്കൾ ദൈവത്തിനും കൂടി ഒന്ന് കുറച്ചായതിന് ശേഷം ഇപ്പോൾ ചാരിഞ്ഞ് അംഗനവാടിക്ക് പോകുമ്പോൾ പിന്നെ ഒരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിചാരിക്കണം, പ്രതീക്ഷ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും എന്തെങ്കിലും ഒരു ജോബ് കാര്യങ്ങളൊക്കെ നോക്കണം, മുന്നോട്ട് പോകണം. എന്നാലേ എവിടെയെങ്കിലും എത്തുള്ളൂ. നമ്മൾ ആരുടെ മുന്നിലും കൈ നീട്ടാനുള്ള അവസരം ഇല്ലാണ്ട് നിൽക്കണം എന്നുള്ള പ്രാർത്ഥനയാട്ടോ എനിക്കുള്ളത്. എന്തായാലും രക്ഷപ്പെടാതെ പോണില്ലല്ലോ, രക്ഷപ്പെടുന്നുള്ള പ്രതീക്ഷയിൽ ഡെയിലി അങ്ങോട്ട് വീഡിയോ ഇട്ട് വരാണ്ട് കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വലിയ വ്ളോഗോ വിശേഷങ്ങളോ പിന്നെ കീണ ഗുണമെന്ന് പറയുന്ന ആളൊന്നും അല്ല കേട്ടോ. ഞാൻ ഉള്ള പോലെ ഇങ്ങനെ ചെറുതായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ കണ്ടൻറ്റിനായിട്ട് വീഡിയോ ചെയ്യുന്ന ആളും കൂടിയല്ല കേട്ടോ ഞാൻ. അപ്പം അതുകൊണ്ടാണ്. അപ്പം നല്ല വീഡിയോസും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ ദിവസം എല്ലാവരുടെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ടാക്കുക, ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ അറിയിക്കുക. നല്ല വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഓരോ ദിവസം നിങ്ങൾ മുന്നിലേക്ക് വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് കേട്ടോ. കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പോൾ ഇനിയും തുടങ്ങുന്ന വീഡിയോ ഒക്കെ കാണുക, സപ്പോർട്ടാക്കുക. അപ്പോൾ നമ്മുടെ അച്ചാർ കേട്ടോ, അച്ചാർ വേണ്ട ആളുകളൊക്കെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അച്ചാർ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക. അമ്മ നല്ല അടിപൊളിയായിട്ട് നാച്ചുറൽ അച്ചാറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അച്ചാർ വേണ്ട ആളുകൾ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നമ്മൾ വീഡിയോ ഇപ്പോൾ എത്രമാത്രം ആളുകൾ കണ്ടൊന്നും എനിക്കറിയില്ല. വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, അപ്പോൾ വിളിക്കുക. അപ്പോൾ അച്ചാർ വേണ്ട ആളുകൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ കൊച്ചു വിശേഷം കാര്യങ്ങളൊക്കെ അവിടെ നിർത്തുകയാണ്. മറ്റൊരു ദിവസം നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം തമ്പുരു.